സനൂപ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ വീണ്ടും മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 3000 അപേക്ഷകളിൽ കൂടുതൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ള വിവരം. 40 ടെസ്റ്റുകൾ അധികമായി നടത്തും. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ കാലപരിധി 18 നിന്ന് 22 വർഷമായി ഉയർത്തും. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ ഹാജരാവുന്നതിലും ഇളവുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. ധന്യ, കഴിഞ്ഞ 15 ദിവസമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ CIT യൂണിയൻ ശക്തമായിട്ടുള്ള ഒരു സമരം നടത്തിയിരിക്കുകയായിരുന്നു. കാരണം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ ഹാജരാകണമെന്ന തീരുമാനത്തിനെതിരെയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം ഉയർത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ, ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇളവ് വരുത്തിക്കൊണ്ടുള്ള ഒരു സർക്കുലറാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഗതാഗത കമ്മീഷണർ ഇറക്കിയിട്ടുള്ളത്. ഇതിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ ഹാജരാകുന്നതിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ വാഹനങ്ങളുടെ കാലപ്പഴക്കം 18 വർഷത്തിൽ നിന്ന് 22 വർഷമായിട്ടും ഉയർത്തിയിട്ടുണ്ട്. അതിനോടൊപ്പമാണ് ഈ നിരവധി ഓഫീസുകളിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. 3000 അപേക്ഷകൾ കൂടുതൽ കെട്ടിക്കിടക്കുന്ന ഇടത്ത് 40 ടെസ്റ്റുകൾ ഒരു ദിവസം അധികമായി നടത്താൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. ധന്യ. ശരി സനൂപ്.